അങ്ങനെ അടച്ച് ഒരു സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ അത് പാതി വഴിക്ക് അത് വലിക്കാൻ അല്ലെങ്കിൽ തുടർന്ന് പ്രദർശിപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കാൻ ലീഗൽ റൈറ്റ് ഇല്ല, ധാർമ്മികമായ റൈറ്റ് ഇല്ല, ഒരു റൈറ്റും ഇല്ല. അതെന്താണ് ഇതിനകത്ത് ഒരു ചോദ്യത്തിന് പോലും പ്രസക്തിയില്ലല്ലോ. ഈ പറയുന്ന കാര്യങ്ങളിൽ എവിടെയാണ് റൈറ്റ് ഉള്ളത്? എന്ത് തരത്തിലുള്ള ധാർമ്മികതയാണ് ഇതിന് മുകളിലുള്ളത്? ഇനി ഇതിനൊരു ലീഗൽ കോർട്ടിൽ വെച്ചാണ് പരിഹാരം കാണുന്നതെങ്കിൽ ഇവരുടെ സിനിമ എവിടെ പോകും? ഓരോ ദിവസവും ഓരോ ഷോയിലും നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. കാണേണ്ട സമയത്ത് ഈ സിനിമ കാണാൻ പറ്റുന്നുണ്ടോ ആളുകൾക്ക്? അതിന്റെ ഒരു ഹൈപ്പിൽ നിൽക്കുമ്പോൾ അല്ലാതെ ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യങ്ങൾ അല്ല. സമരം എന്നുള്ളത് ഒരു മോശം നടപടിയല്ലല്ലോ. അത് തുടങ്ങട്ടെ ആദ്യം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ ഒരു സ്വാഭാവികമായ പരിണാമത്തിൽ അത് പരിഹരിക്കപ്പെടും. ഇതിൽ ഏതറ്റം വരെ പോകാമോ ആ അറ്റം വരെ പോകാമോ ഓപ്ഷൻ. അതിനകത്ത് പോകും എന്നുള്ളതിന് ആർക്കും ഒരു സംശയമില്ല. ഈ ഞങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ ഇവരെ എല്ലാം കോമ്പൻസേറ്റ് ചെയ്യാതെ മലയാള സിനിമ PVRന്റെ ഒരു സ്ക്രീനിലും ഉണ്ടാവില്ല. 2, അന്യഭാഷാ ചിത്രങ്ങളിലെ വമ്പൻ ചിത്രങ്ങൾ കൊണ്ടുവന്ന് ഇവിടുത്തെ പ്രേക്ഷകരെ ഞങ്ങൾ അങ്ങോട്ട് സ്ക്രീനിലേക്ക് കൊണ്ടുവരുമെന്നും അവർ ധരിക്കണ്ട. അതൊന്നും നടക്കുന്ന കാര്യമല്ല. തീർച്ചയായിട്ടും ഞങ്ങളോടൊപ്പം മലയാളത്തിൻ്റെ പൊതുസമൂഹം ഉണ്ടാവുമെന്നുള്ളതിന് ഞങ്ങൾക്കൊരു സംശയമില്ല ഈ കാര്യത്തിനകത്ത്. ഇപ്പോഴും ഞങ്ങൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട സംഘടന എന്ന നിലയിൽ ഞങ്ങളുടെ മാന്യതയാണ് ബോയ്ക്കോട്ട് PVR എന്ന് പറഞ്ഞൊരു ഹാഷ്ടാഗ് ഇറക്കാത്തത്. പക്ഷെ അത് ഇറക്കാനൊന്നും ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുള്ളവരല്ല. പറയണ്ട, അത് പറയണ്ട. അങ്ങനെ പ്രശ്നം. സുഹൃത്തെ, എന്തിനാണ് നിങ്ങൾ സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്? ഞാൻ പറയുന്നത് എന്താണ്, അതിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല എന്നല്ലേ പറഞ്ഞത്. അപ്പം നിങ്ങൾ ആ സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാതെ നിങ്ങൾക്ക് വേണ്ട എല്ലാ സംശയങ്ങളും പരിഹരിച്ചിട്ടുണ്ട്. താങ്കൾ ഇത്രയും സ്കെപ്റ്റിക്കൽ ആവരുത് ഈ വിഷയത്തിൽ. അല്ല, അത് എൻ്റെ പ്രശ്നമല്ല, അത് നിങ്ങളുടെ പ്രശ്നമാണ്. അല്ല, ആ ചോദ്യങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് താങ്കൾ ഉന്നയിച്ച എല്ലാ ചോദ്യത്തിനും മറുപടി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ പരിണാമം എന്തായിരിക്കും, ഇതെങ്ങനെയാണ് പരിഹരിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അത്രമേൽ ഉറപ്പൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഓരോ ദിവസവും ഉള്ള ഡെവലപ്മെന്റ് അഡ്രസ്സ് ചെയ്ത് മുമ്പോട്ട് പോയി അതിനെ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഞങ്ങൾ അറിയിക്കാം. ഞങ്ങൾ ഒന്നുകൂടി യോഗത്തിലേക്ക് പോവുകയാണ്. തന്നെയല്ല, ഇതിനു മുമ്പ് ഇതിനോട് ഇടയ്ക്ക് പലരും ഞങ്ങളെ ബന്ധപ്പെടുന്നുണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ പരിഹരിക്കാനായിട്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഞങ്ങൾ അറിയിക്കാം. എന്താണ് തീർച്ചയായിട്ടും അറിയിപ്പല്ലേ ഇത്. ധൈര്യമായിട്ട് അത് അറിയിപ്പാണെന്ന് ട്രീറ്റ് ചെയ്തോളൂ. ദിനുവിന് ജനങ്ങൾ ഇപ്പോൾ ഇതൊരു കാര്യമുണ്ടേ, ഇതിനകത്ത് പെട്ടെന്ന് അവർക്ക് തോന്നും കോടികൾ നഷ്ടപ്പെടുന്നതിൻ്റെ വേദനയാണ് ഈ ഞങ്ങൾ ഈ പ്രതിഷേധം. അതൊന്നുമല്ല ഇതിൻ്റെ പ്രശ്നം. ഇതിൻ്റെ പ്രശ്നം ഒരു ഫിലിം മേക്കറിൻ്റെ ആത്മാഭിമാനം എന്ന് പറയുന്ന പ്രശ്നമുണ്ട്, മലയാളിയുടെ ആത്മാഭിമാനം എന്ന് പറയുന്ന പ്രശ്നമുണ്ട്. അതൊന്നും എത്ര കോടികൾ കിട്ടിയാലും അതിനൊന്നും പരിഹാരമാവില്ല. ഒരു ഫിലിം മേക്കർ ഇദ്ദേഹത്തെ പോലെ ഒരാൾ എന്ന് പറയുന്നത് അദ്ദേഹം എടുത്ത എഫേർട്ടിനെ വെച്ചിട്ടാണ്. എല്ലാ ഫിലിംസിനും അതിൻ്റെതായ സിഗ്നിഫിക്കൻസ് ഉണ്ട്. വളരെ യങ് ആയിട്ടുള്ള ഫിലിം മേക്കറാണ് ആവേശത്തിൻ്റെ ഡയറക്ടർ ഇവിടെ ഇരിക്കുന്നത്. സൗബിൻ ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ അവിടെ അൻവർ റഷീദ് ഇരിപ്പുണ്ട്. നോക്കൂ, എത്ര മെമ്മറബിൾ ആയിട്ടുള്ള സിനിമ തന്നിട്ടുള്ള ആളാണ് അൻവർ. വിശാഖ്, അയാൾ വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു നിർമ്മാതാവാണ്. ഇവരൊക്കെ പൈസ മാത്രമാണോ പ്രശ്നം? ഇവർ ഇത്ര പാടുപെട്ട് സ്വപ്നം കണ്ടു നടന്ന ഒരു സിനിമ ആളുകളിലേക്ക് എത്തുന്നില്ലെന്നേ.